കൂട്ടുകാരെ, വെൽക്കം ടു മൈ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ ഇന്ന് മൂകാംബികയിൽ പോകുന്നുണ്ട്. ഇനി ഞാൻ അവിടെ എത്തിയിട്ട് അപ്പോൾ കൂട്ടുകാരെ, ഇപ്പം നമ്മൾ മാലമ്മേനെയും അമ്മൂസിനെയും അമ്മച്ചേച്ചിനെയും പിന്നെ വേൽസിനെയും കൂട്ടാൻ പോവാണ്. അപ്പോൾ അവരെ കൂട്ടിയിട്ടാണ് നമ്മൾ മൂകാംബികയിൽ പോകുന്നത്. അപ്പം നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. അവർ ട്രെയിനിലാണ് വരുന്നത്. അപ്പം അതാ അവരെ കയറി അമ്മു അപ്പം ഞങ്ങൾ എന്താ പറയുക, മൂകാംബികയിൽ എത്തിയിട്ടില്ല, പക്ഷെ കർണാടകയിലെത്തി. പക്ഷെ കർണാടക ബോർഡർ കഴിഞ്ഞിട്ടില്ല. കർണാടക ബോർഡർ കഴിഞ്ഞിട്ട് വേണം നമുക്ക് അങ്ങോട്ട് എത്താൻ. ഇപ്പം നമ്മൾ കർണാടക ബോർഡർ കടന്നു. ഇവിടെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. ഇപ്പം നമ്മളൊരു ഹോട്ടലിൽ കയറി. നല്ല ഹോട്ടലാണിത്. അവിടെ ഒരു കരിങ്കല്ലിൻ്റെ ഒരു സ്ത്രീൻ്റെ പ്രതിമയുണ്ട്. അതിലൂടെ ആ പാനിയിലൂടെയാണ് വെള്ളം വരുന്നത്. അത് കാണാൻ നല്ല രസമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പം ഞങ്ങൾ അവിടെ അടുത്തുള്ള ഒരു പാർക്ക് പോലുള്ള ഒരു സ്ഥലത്തിൽ ഊഞ്ഞാലാടാൻ പോയി. ഇത് ഹോട്ടലിൻ്റെ ഭാഗം തന്നെയാണ് ഈ പാർക്ക്. പക്ഷെ ഇതിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അത് എന്താ പറയുക, അത് ഭക്ഷണം കഴിക്കുന്ന റൂമാക്കി ഈ സ്ഥലമാക്കി മാറ്റും. പക്ഷെ വേണമെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഊഞ്ഞാലൊക്കെ ആടാൻ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ തന്നെ ഞങ്ങൾ ഹോട്ടലിൽ കയറിയിട്ട് ഭക്ഷണം കഴിക്കാൻ പോവാണ്. ഞങ്ങൾ നീറോസ്റ്റ് എന്തോ വാങ്ങിയിട്ട് അതിൻ്റെ പേരൊന്നും മനസ്സിലാവുന്നില്ല. നീറോസ്റ്റ് ഇഡലിയൊക്കെ. അപ്പം ഞങ്ങൾ പിന്നെയും മൂകാംബികയിലേക്ക് പോവാണ്. അവിടെ അടുത്തൊക്കെ കുറേ കാഴ്ചകളുണ്ട് കാണും. ഞാൻ പിന്നെ ഇത് മൂകാംബികയുടെ കവാടാണ്. ഇതിലൂടെയാണ് നമ്മൾ മൂകാംബികയിൽ വഴി പോകുന്നത്. അതായത് മൂകാംബികയിലെ ഫസ്റ്റ് ഡോർ. നമ്മുടെ മൂകാംബികയുടെ അമ്പലത്തിലെത്തി. ഇതവിടെ നമ്മളിപ്പോൾ ചോറ് കഴിക്കാൻ പോവാണ്. ഇവിടെ എല്ലാ ദിവസവും അന്നദാനമുണ്ട്. അപ്പോൾ ഈ മൂകാംബിക അമ്പലത്തിൽ തന്നെയാണ് അന്നദാനം ഉള്ളത്. നമ്മൾ എത്താൻ 1:30. 2 മണിക്കാണ് എപ്പോഴും 2 മണിക്ക് എന്തായാലും ഒന്ന് തീരും ഭക്ഷണം കൊടുക്കുന്നത്. അതുകൊണ്ട് വേഗം നമ്മൾ കഴിച്ചിട്ട് പോവാണ്. നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഇങ്ങനെ ഓടിപ്പോയി, കാരണം ഇത് വേഗം അടയ്ക്കും. അപ്പൊ ഞാൻ ആദ്യമായിട്ടല്ല, ഞാൻ ഒരു പ്രാവശ്യം കർണാടക ചോറ് കഴിച്ചിന്. പക്ഷെ ഇപ്പൊ ഇങ്ങനത്തെ ചോറ് കഴിക്കുമ്പോൾ എനിക്ക് എന്തോ കർണാടകയിലെ ഫീൽ. നല്ല രസമുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പായസം കുടിക്കാൻ പോവാണ്. ഇനി പരിപ്പ് പായസം നല്ല രസമുണ്ട്. അപ്പൊ ഇതാ നമ്മൾ കൈ കഴുകാൻ വന്നിരിക്കുകയാണ്. അപ്പൊ നമ്മൾ കൈ കഴുകുന്നതിന്റെ അപ്പുറത്തെ വഴിയിലൂടെ ഒരു സ്റ്റെപ്പിന് നമുക്ക് അവിടെ കൂടെ മുമ്പിലേക്ക് എത്താം. അപ്പം നമ്മൾ ഇപ്പോൾ നമ്മുടെ ബുക്ക് ചെയ്ത ഹോട്ടലിലേക്ക്, അതായത് നമ്മൾ താമസിക്കുന്ന ഹോട്ടലില്ലേ, അവിടേക്ക് പോവാണ്. വഴിയിലുള്ള കാഴ്ചകളാണ്. ഇതാണ് നമ്മുടെ ഹോട്ടൽ.
അപ്പം ഞങ്ങളിവിടെ ഇത് എന്തോ കാർഡൊക്കെ വെച്ചാവയോ അച്ഛൻ എടുക്കാൻ പോവാണ്. അപ്പൊ ഞാനും അമ്മൂസും ഇല്ലേ അവിടെ പച്ച ലൈറ്റ് ഉണ്ട്. നമ്മൾ അതിലേക്ക് കൈ വെച്ചാലേ നമ്മുടെ കൈ പച്ച പോലെയാവേ. അവിടെ നീലയും ഉണ്ട് അതിൻ്റെ. അപ്പൊ ഇതാ ഞങ്ങൾ നമ്മുടെ റൂമിലെത്തി. ഇത് എൻ്റെ റൂമാണ്. അമ്മച്ചേച്ചിൻ്റെയും അമ്മൂസിൻ്റെയും റൂം ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇത് എൻ്റെ റൂം തന്നെ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതാണ് അമ്മു ചേച്ചിൻ്റെയും അമ്മൂസിൻ്റെയും റൂം. ഇപ്പൊ നമ്മൾ കുളിച്ച് മൂകാംബിക അമ്പലത്തിലേക്ക് തൊഴാൻ പോവാണ്. അവിടെ നല്ല രസമുണ്ട് തൊഴാൻ കേട്ടോ. ആളും തിരക്കും ഒന്നുമില്ല. കോവിഡ് ആയതുകൊണ്ട് അങ്ങനെ ആളും തിരക്കൊന്നുമില്ല. പിന്നെ ഇവിടെ അങ്ങനെ ജസ്റ്റ് പൂജയൊന്നുമില്ല. അവിടെ ആകെ തൊഴുക പോവാ, അതേ ഉള്ളൂ. അവിടെ എന്തോ പണി നടക്കുന്നുണ്ടെന്നാ തോന്നുന്നത്. വലിയ റെഡ് ഷീറ്റ് വെച്ച് ഇങ്ങനെ മൂടിയിട്ടുണ്ടേ. നമുക്ക് അവിടെ പൈസ കൊടുക്കണം. പശു ഇവിടെ എല്ലാം പ്രത്യേകത എന്താ അറിയോ, ഇവിടെ പശുക്കളെ ഒന്നും ഇപ്പോൾ കെട്ടിയിടാറൊന്നുമില്ല. അവരെയൊക്കെ ഇങ്ങനെ പുറത്ത് വിടും. അത് നമ്മൾ കടയിൽ പോയി. അപ്പൊ ഇവിടെ 1-2 കടകളെ തുറന്നിട്ടുള്ളൂ. അപ്പം ഞാൻ അവിടെ നിന്ന് ഒരുക്കുണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ നിന്ന് ഒരു പേഴ്സും കിളിക്കയും എൻ്റെ കുഞ്ഞാക്കി കിളിക്കയും ഒരു ബൈനാക്കുളറും വാങ്ങി. എനിക്കൊരു പപ്പറ്റും വാങ്ങി. പപ്പറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ, കുത്തിപ്പൊട്ടിക്കുന്ന സാധനം. അപ്പോൾ അമ്മ വെച്ചൊരു മേക്കപ്പ് സെറ്റ് വാങ്ങി. അവളുടെ കയ്യിൽ തന്നെ ഉണ്ട്. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇന്ന് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ എന്നോ പോകുമ്പോൾ അതേ ടൈപ്പ് വാങ്ങിക്കാമെന്ന്. അതുണ്ട്. അപ്പൊ നമ്മളിപ്പോ തൊഴുന്നിട്ട് തിരിച്ചു പോവാണ്. അപ്പൊ നമ്മള് രാവിലെ പോവേണ്ട സമയമായി. അതായത് അപ്പൊ നമ്മള് പോകുന്ന വഴിക്ക് വളക്കടയുണ്ട്, കുപ്പി വളക്കട. അപ്പൊ ഞാൻ അവിടെ കുറെ സാധനങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ഫോൺ വിളിക്കുന്ന സാധനം അങ്ങനെ ഇതുണ്ടായിരുന്നു. പക്ഷെ അവിടെ നമ്മള് കുപ്പിവള മാത്രമേ വാങ്ങിച്ചുള്ളൂ. അവിടെ കുപ്പിവളം മാത്രല്ല, മാലയും വളയും കമ്മലും എല്ലാം ഉണ്ട്. കളിക്കുന്ന സാധനം വരെയുണ്ട്. അതെല്ലാം കൂട്ടിയിട്ടുള്ള ഒരു കടയാണ്. അപ്പൊ നമ്മളിപ്പം സൗപർണികയിലേക്ക് പോവാണ്. അവിടെ കുറെ കുരങ്ങന്മാരും കുറെ ഇങ്ങനെ ജീവികളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ സൂക്ഷിക്കണം, ചിലപ്പോൾ കുരങ്ങനെങ്ങാനും വരും. സൗപർണികയിൽ ഒരു പുഴയാണ്. അവിടെ അങ്ങനെ അങ്ങോട്ടേക്ക് പോകുന്നത്. അവിടെ ഒരു ചുഴി പോലെയുള്ള ഒരു കിണർ പോലെയുള്ള ഒരു മണ്ണുണ്ട്. എനിക്ക് അതിൻ്റെ പേരറിയില്ല. അപ്പം അത് നമ്മളെ വലിച്ചെടുക്കും അതിൻ്റെ ഉള്ളിലേക്ക്. അതുകൊണ്ട് അധികം അങ്ങോട്ടൊന്നും പോകാൻ പാടില്ല. തെളിഞ്ഞ വെള്ളവും കല്ലുകളാണ്. ഞാൻ ഒരു പ്രാവശ്യം സർവോർഡിനയിൽ വന്നപ്പം ഇവിടെ ഇതിനെക്കാട്ടി മനോഹരമായിരുന്നു. ഇങ്ങനെ
വീഡിയോ കഴിയാറായി, നമ്മൾ തിരിച്ചു പോകലായി. അത് നിങ്ങൾക്ക് ഈ സോപ്പ് ബണ്ണിങ് ഇഷ്ടമായില്ലെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ.